ആശ്ചര്യമേ ഇതു ആശ്ചര്യമേ, സോമേധായാഗമായി തീർന്നവനേ, എൻ പേർക്കായി ക്രൂശിൽ യാഗമായി, എൻ പേർക്കായി ക്രൂശിൽ മരണമായി. ഹലോ, ഇന്ന് ദുഃഖവെള്ളിയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ദിവസം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു സത്യമാണ്. യേശു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, ക്രിസ്തു മതത്തിലുള്ളവർക്കും വേണ്ടിയല്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ്. വചനം പറയുന്നു, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. നമ്മുടെ സകല പാപത്തെയും ശാപത്തെയും രോഗത്തെയും അകൃത്യങ്ങളെയെല്ലാം ദൈവം യേശുവിൽ മേലാക്കി നാം അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷയായ മരണം അത് യേശു ക്രൂശിൽ അനുഭവിച്ച് നമ്മുടെ പകരക്കാരനായി നമുക്ക് പകരം വന്ന് മരിച്ച ഒരു വ്യക്തിയാണ് യേശു. യേശു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ കേവലം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് നമുക്ക് രക്ഷ ലഭ്യമാകുവാൻ വേണ്ടിയാവും. മറ്റൊരുത്തിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ, ആ ക്രൂശിൽ ദൈവം ചെയ്ത കാര്യങ്ങളിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുകയാണ്, നാം രക്ഷിക്കപ്പെടുകയാണ്. ഇന്ന് രക്ഷ പ്രാപിക്കുവാൻ നാം ഒരു കാര്യവും പ്രവൃത്തികളും ഒന്നും ചെയ്യണ്ട, പകരം യേശുവിൽ വിശ്വസിച്ചാൽ മതി. ഈ വിശ്വാസ മാർഗത്തിൽ നടന്ന വ്യക്തികളെ ആദിമകാലത്ത് വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. യേശു നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമുക്ക് പകരമായാണ് യേശു മരിച്ചത്. യേശുവിൻ്റെ ക്രൂശീകരണം നമ്മുടെ പകരം മരണമാണ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു. നാം എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും. യേശു സകലരെയും സ്നേഹിക്കുന്നു. ജാതി മതഭേദമെന്നേ, നിറഭേദമെന്നേ അവൻ സകല വ്യക്തികളെയും സ്നേഹിക്കുന്നു. ഈ ഒരു സത്യമാണ് ഇന്ന് ഈ ദിവസം വിളിച്ചു പറയുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം അത് സകലർക്കും വേണ്ടിയാണ്. നിങ്ങൾ ആ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും ആ രക്ഷ ലഭിക്കും. നിങ്ങളായിരിക്കുന്നിടത്ത് ഇപ്പോൾ ഒന്ന് വിളിച്ചാൽ, യേശുവേ ഒന്നൊന്ന് വിളിച്ചാൽ അവനവിടെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ നിങ്ങളുടെ സകല പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും അകൃത്യങ്ങളെയും എല്ലാം ചുമന്നത് നാം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഈ സദ്വാർത്ഥമാനം, ഈ സുവിശേഷം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ യേശുവിൽ വിശ്വസിക്കുക. യേശു നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഗോഡ് ബ്ലെസ് യു.